എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 47-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 47. ഭ്രുവൗ ഭുഗ്നേ കിഞ്ചിത് ഭുവനഭയഭംഗ വ്യസനിനി ത്വദീയേ നേത്രാഭ്യാം മധുകരരുചിഭ്യാം ധൃതഗുണം ധനുർമന്യേ സവ്യേതരകരഗൃഹീതം രതിപദേ പ്രകോഷ്ഠേ മുഷ്ടൗ ച സ്ഥഗയതി നിഗൂഢാന്തരം ഉമേ. എന്നൂടെ പറയാം. ഭ്രുവൗ ഭുഗ്നേ കിഞ്ചിത് ഭുവനഭയഭംഗ വ്യസനിനി ത്വദീയേ നേത്രാഭ്യാം മധുകരരുചിഭ്യാം ധൃതഗുണം ധനുർമന്യേ സവ്യേതര കരഗൃഹീതം രതിപദേ പ്രകോഷ്ഠേ മുഷ്ടൗ ച സ്ഥഗയതി നിഗൂഢാന്തരം ഉമേ. ഇവിടെ ദേവിയുടെ പുരികക്കൊടികളെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. നമുക്കറിയാം 42-ാമത്തെ ശ്ലോകം മുതൽ ദേവിയുടെ സൗന്ദര്യ വർണ്ണനയാണ് ഇവിടെ ഇപ്പോൾ വർണ്ണിക്കുന്നത്. ദേവിയുടെ പുരികക്കൊടികളാണ്. അല്ലയോ ദേവി, ലോകത്തിലുള്ള പ്രാണികളുടെ ഭയത്തെ നശിപ്പിക്കുന്ന അല്ലയോ പാർവതി. പാർവതി ദേവിയെ വിളിക്കുകയാണ്. ലോകത്തിലുള്ള പ്രാണികളുടെ ഭയത്തെ നശിപ്പിക്കുന്ന. അപ്പം പാർവതി ദേവി എല്ലാവരുടെയും ഭയത്തെ ഇല്ലാതാക്കുന്നു. അല്പം വളഞ്ഞിരിക്കുന്ന നിന്തിരുവഴിയുടെ പുരികക്കൊടികൾ വണ്ടുകളുടെ കാന്തി പോലെയുള്ള കാന്തിയോടുകൂടിയ നേത്രങ്ങളാൽ സമ്പാദിക്കപ്പെട്ട ഞാണോടുകൂടിയതും വലത്തെ കൈയിൽ ധരിച്ചിരിക്കുന്നതും നാസികാദണ്ഡരൂപമായ പ്രകോഷ്ഠമുഷ്ടികളാൽ മറയ്ക്കപ്പെട്ട മധ്യപ്രദേശത്തോടു കൂടിയതുമായ കാമദേവൻ്റെ വില്ലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കവിഭാവനയാണ്. നിന്തിരുവടിയുടെ പുരികക്കൊടികൾ കാമദേവൻ്റെ വില്ലാകുന്നു. വീണ്ടും പറയുകയാണ്. ദേവിയുടെ പുരികക്കൊടികൾ എന്ന് പറയുന്നത് എന്താണ്? കാമദേവൻ്റെ വില്ല്. കാമദേവൻ്റെ ഞാൻ വണ്ടുകളാണ്. ഈ വില്ലിൻ്റെ ഞാനാകട്ടെ വണ്ടുകളുടെ കാന്തി പോലെയുള്ള കാന്തിയോട് കൂടിയ, എന്നുവെച്ചാൽ വണ്ടുകളുടെ കാന്തി എന്ന് പറഞ്ഞാൽ കറുത്തിരുണ്ട സുന്ദരമായ, അതുപോലെയാണ് ദേവിയുടെ ആ കാന്തി പോലെ സൗന്ദര്യമുള്ള സുന്ദരമായ നിന്തിരുവഴിയുടെ നേത്രങ്ങൾ തന്നെ നിന്തിരുവഴിയുടെ നേത്രങ്ങളാണ്. ഈ വില്ലിൻ്റെയും ഞാനിൻ്റെയും മധ്യം ഇടപെട്ടിരിക്കുന്നത് വെച്ചാൽ കുറച്ച് ഗ്യാപ്പ് കാമദേവൻ തൻ്റെ വലത്ത് കൈകൊണ്ട് പിടിച്ചിരിക്കുന്നതിനാൽ നാസികാദണ്ഡ ഭ്രൂമധ്യരൂപ പ്രകോഷ്ഠമുഷ്ടികൾ മറച്ചിരിക്കുന്നത് കൊണ്ടാണ്. പ്രകോഷ്ഠം എന്നാൽ മുഴം. കൈ മുതൽ മണിബന്ധം വരെയുള്ള സ്ഥലമാണ് പ്രകോഷ്ഠം. അപ്പം ദേവിയുടെ പുരികക്കൊടികൾ എന്ന് പറഞ്ഞാൽ രണ്ട് പുരികക്കൊടികളും എങ്ങനെയുള്ളതാണ്? ഒന്ന് വളഞ്ഞിരിക്കുകയാണ്. രണ്ട് പുരികക്കൊടികളും വളഞ്ഞ് ഒരു ഞാനിൻ്റെ ഒരു വില്ല് പോലെ വളഞ്ഞിരിക്കുന്നു. അപ്പം അല്പം വളഞ്ഞിരിക്കുന്ന നിന്തിരുവഴിയുടെ പുരികക്കൊടികൾ വണ്ടുകളുടെ കാന്തി പോലെയുള്ള കാന്തിയോട് കൂടിയ എന്ന് വെച്ചാൽ എന്താണ്? ഞണ്ടുകളുടെ കാന്തി പോലെയുള്ള കാന്തി എന്ന് വെച്ചാൽ വണ്ടുകളുടെ ശോഭ പോലെ, വണ്ടുകളുടെ സൗന്ദര്യം പോലെ ആ ശോഭയോട് കൂടിയ സുന്ദരമായ നേത്രങ്ങളാണ് ദേവിയുടെ പുരികക്കൊടികൾ. കാമദേവൻ്റെ വില്ലാണ്. കാമദേവൻ്റെ ഞാനാണ് കാമദേവൻ്റെ ഞാൻ വണ്ടുകളാണ്. ഈ വില്ലിൻ്റെ ഞാനാകട്ടെ വണ്ടുകളുടെ കാന്തി പോലെയുള്ള ദേവിയുടെ നേത്രങ്ങളാണ്. ഈ വില്ലിൻ്റെയും ഞാനിൻ്റെയും മധ്യത്തിൽ കാമദേവൻ്റെ വലത്ത് കൈ കൊണ്ട് പിടിച്ചിരിക്കുന്നതിനാൽ നാസികാദണ്ഡ ഭ്രൂമധ്യരൂപ പ്രകോഷ്ഠ മുഷ്ടികൾ മറച്ചിരിക്കുന്നത് കൊണ്ടാണ്. പ്രകോഷ്ഠം എന്നാൽ ഒരു മുഴം. കൈ മുതൽ മണിബന്ധം വരെയുള്ള സ്ഥലത്തെയാണ് പ്രകോഷ്ഠമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? അല്പം വളഞ്ഞിരിക്കുന്ന പുരികക്കൊടികൾ. അപ്പോൾ ദേവിയുടെ കാര്യമാണ്. ഭുവനഭയഭംഗ എന്ന് വെച്ചാൽ ലോകത്തിലുള്ള പ്രാണികളുടെ ഭയത്തെ മുഴുവൻ നശിപ്പിക്കുന്നവളായ ദേവി. അപ്പോൾ ആ ദേവിയുടെ പുരികക്കൊടികൾ എന്ന് പറയുന്നത് കാമദേവൻ്റെ വില്ലാണ്. ആ പുരികക്കൊടികൾ. ആ വില്ലിൻ്റെ ഞാണെന്ന് പറയുന്നത് കാമദേവൻ്റെ ഞാൻ വണ്ടുകളാണ്. കാമദേവൻ്റെ പൂവമ്പൻ എന്നാണ് കാമദേവനെ പറയുന്നത്. പൂവമ്പൻ. കാമദേവൻ്റെ ഞാൻ വണ്ടുകളാണ്. ഈ വില്ലിൻ്റെ ഞാനാകട്ടെ വണ്ടുകളുടെ കാന്തി പോലെയുള്ള കാന്തിയോടുകൂടിയ ദേവിയുടെ നേത്രങ്ങളാണ്. ഈ വില്ലിൻ്റെയും ഞാനിൻ്റെയും അപ്പം ഇങ്ങനെ ഈ വില്ല് കുലയ്ക്കാനായിട്ട് ഇങ്ങനെ വലിക്കുമ്പം അവിടെ എന്താണ്? കാമദേവൻ തൻ്റെ വലത്ത് കൈ കൊണ്ട് മറച്ചു പിടിച്ചിരിക്കുകയാണ്.
അപ്പം വലത് കൈ കൊണ്ട് പിടിച്ചിരിക്കുന്നതിനാൽ നാസികാദണ്ഡ ഭ്രൂമധ്യരൂപ പ്രകോഷ്ഠ മുഷ്ടികളാൽ മറച്ചിരിക്കുന്നത് കൊണ്ടാണ്. അപ്പം ദേവിയുടെ പുരിയക്കൊടികളിൽ നിന്ന് അതുപോലെ എന്താ പറയുന്നത്, ഭയങ്കര സുന്ദരമായ ദേവി രണ്ട് വളഞ്ഞിരിക്കുന്ന പുരിയക്കൊടികൾ. അതുപോലെ തന്നെ ആ പുരിയക്കൊടികൾ കാമദേവൻ്റെ വില്ലാണ്. കാമദേവൻ്റെ ഞാൺ വണ്ടുകളാണ്. ഈ വില്ലിൻ്റെ ഞാണാകട്ടെ വണ്ടുകളുടെ കാന്തിയോട് കൂടിയ ദേവിയുടെ നേത്രങ്ങൾ. വില്ല് വലിക്കാനായിട്ട് ഞാണിൻ്റെ മധ്യം ഇടപെട്ടിരിക്കുന്നത് കാമദേവൻ്റെ വലത്ത് കൈ കൊണ്ട് പിടിച്ചിരിക്കുന്നതിനാൽ ആ നാസികാദണ്ഡ ഭ്രൂമധ്യരൂപം പ്രകോഷ്ഠ മുഷ്ടികൾ മറച്ചിരിക്കുന്നത് കൊണ്ടാണ്. അപ്പം കാമദേവൻ്റെ കൈ കൊണ്ട് മറച്ചിരിക്കുന്നത് കൊണ്ടാണ് ദേവി അമ്പം വില്ലുമൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ അതുപോലെ നമ്മൾ മനസ്സിൽ കാണണം. ദേവിയുടെ പുരിയക്കൊടികൾ എന്ന് പറഞ്ഞാൽ കാമദേവൻ്റെ വില്ലാണ്. ആ വില്ലിൻ്റെ ഞാണെന്ന് പറയുന്നത്, വില്ല് വലിക്കണമെങ്കിൽ ഞാൻ വേണമല്ലോ, ആ ഞാണെന്ന് പറയുന്നത് വണ്ടുകളാണ്. അതുപോലെ ആ ഞാണാകട്ടെ കാമദേവൻ്റെ ഞാൻ വണ്ടുകളാണ്. ഈ വില്ലിൻ്റെ ഞാണാകട്ടെ വണ്ടുകളുടെ കാന്തി പോലെയുള്ള ദേവിയുടെ നേത്രങ്ങളാണ്. അപ്പം ഇവിടെ വില്ലിൻ്റെയും ഞാണിൻ്റെയും മധ്യത്തിലുള്ള ആ ഭാഗം എന്ന് പറയുന്നത് കാമദേവൻ്റെ പ്രകോഷ്ഠമാണ്. അപ്പം കൈ മുതൽ മണിബന്ധം വരെയുള്ള സ്ഥലമാണ്. അപ്പം ഇങ്ങനെ അതുകൊണ്ട് മറച്ചിരിക്കുകയാണ് എന്നാണ്. അപ്പം നമ്മൾ ആ ദേവിയുടെ മുഖകാന്തിയെക്കുറിച്ചാണ് പറയുന്നത്. ദേവിയുടെ മുഖം കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, സന്തോഷവും ആനന്ദവും ശോഭയും എല്ലാം ദേവിയുടെ അനുഗ്രഹം മുഴുവൻ നമ്മളിൽ ലഭിക്കും. ഓരോ അംഗപ്രത്യംഗ വർണ്ണന നടത്തുമ്പോഴും നമ്മൾ ദേവിയെ വർണ്ണിക്കുമ്പോൾ ദേവിയുടെ ആ അനുഗ്രഹം നമുക്ക് കൂടിക്കൂടി വരികയാണ്. ദേവിയുടെ ഓരോ അംഗത്തെയും നമ്മൾ പ്രകീർത്തിക്കുകയാണ്, നമ്മൾ വർണ്ണിക്കുമ്പോൾ ആ ഒരു അനുഗ്രഹം ദേവി നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയുള്ള ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭ്രുവോ ഭുഗ്നേ കിഞ്ചിത് ഭുവനഭയഭംഗ വ്യസനിനി ത്വദീയേ നേത്രാഭ്യാം മധുകരരുചിഭ്യാം ധൃതഗുണം ധനുർമന്യേ സവ്യേതരകരഗ്രഹീതം രതിപദേ പ്രകോഷ്ഠേ മുഷ്ടൗ ച സ്ഥഗയതി നിഗൂഢാന്തരം ഉമേ. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.